നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. ഗാസ വിഷയത്തിൽ കടുത്ത നിലപാട് ഇന്ന് സ്വീകരിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. പലസ്തീൻകാരെ സമീപ രാഷ്ട്രങ്ങളിലേക്ക് മാറ്റി ഗാസ സ്വന്തമാക്കുമെന്ന ഭീഷണി ആവർത്തിച്ച് ദിവസങ്ങൾക്കുള്ളിലാണ് ട്രംപിന്റെ പ്രഖ്യാപനം. ഗാസയിലെ 20 ലക്ഷത്തിലേറെ വരുന്ന പലസ്തീൻകാർ ഒഴിഞ്ഞു പോകണമെന്നാണ് ട്രംപിന്റെ നിലപാട്. ഗാസ US ഏറ്റെടുത്ത് അവിടെ ഉല്ലാസ കേന്ദ്രം നിർമ്മിക്കുമെന്ന് അധികാരമേറ്റതിന് പിന്നാലെ ട്രംപ് പ്രഖ്യാപിച്ചത് രാജ്യാന്തര പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. കോട്ടയം സർക്കാർ നഴ്സിംഗ് കോളേജ് ഹോസ്റ്റലിൽ നടന്ന റാങ്കിങ്ങുമായി ബന്ധപ്പെട്ട് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ സുലൈഖ, IT അസിസ്റ്റന്റ് വാർഡന്റെ ചുമതലയുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ അജീഷ് P. മാണി എന്നിവരെ അന്വേഷണ വിധേയമായി ആരോഗ്യവകുപ്പ് സസ്പെൻഡ് ചെയ്തു. കോളേജ് ഹോസ്റ്റലിലെ റാങ്കിംഗ് തടയുന്നതിലും ഇടപെടുന്നതിലും വീഴ്ച പറ്റിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. ഹോസ്റ്റലിലെ ഹൗസ് കീപ്പർ കം സെക്യൂരിറ്റിയെ അടിയന്തരമായി നീക്കം ചെയ്യാനും നിർദ്ദേശം നൽകിയ ഉത്തരവായി. ഇന്ത്യ-US ഉഭയകക്ഷി ബന്ധത്തെക്കുറിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പുതിയ സമവാക്യവുമായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡൊണാൾഡ് ട്രംപിന്റെ മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് എഗെയിൻ എന്ന മാഗയും മെയ്ക്ക് ഇന്ത്യ ഗ്രേറ്റ് എഗെയിൻ മികയും ചേർന്നാൽ മെഗാ കൂട്ടുകെട്ടാകുമെന്നാണ് മോദി പറഞ്ഞത്. USഉം ഇന്ത്യയും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ മെഗാ പങ്കാളിത്തമായി മാറുമെന്നും മോദി വ്യക്തമാക്കി. US സന്ദർശനത്തിനിടെ പ്രധാനമന്ത്രി മോദിയും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും തമ്മിൽ വ്യാപാരം, പ്രതിരോധം, കുടിയേറ്റം തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ചയായി. വിവിധ വിഷയങ്ങൾ നിർണായക തീരുമാനങ്ങൾ കൈക്കൊണ്ടതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ തഹാവൂർ റാണയെ ഇന്ത്യക്ക് കൈമാറുമെന്ന് ട്രംപ് അറിയിച്ചു. റാണയെ കൈമാറണമെന്ന് വർഷങ്ങളായി ഇന്ത്യ ആവശ്യപ്പെടുന്നുണ്ട്. റാണയെ കൈമാറാനുള്ള അമേരിക്കയുടെ നിലപാടിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. $500 മില്യൺ ഉഭയകക്ഷി വ്യാപാരത്തിന് ഇരു രാജ്യങ്ങളും തമ്മിൽ തീരുമാനമായിട്ടുണ്ട്. കൂടാതെ USൽ നിന്ന് ഇന്ത്യയിലേക്ക് കൂടുതൽ ഓയിലും ഗ്യാസും ഇറക്കുമതി ചെയ്യാനുള്ള കരാറും യാഥാർത്ഥ്യമാകും. ലോകത്തിലെ തന്നെ ഏറ്റവും നൂതനമായ യുദ്ധവിമാനങ്ങളിലൊന്നായ F-35 യുദ്ധവിമാനങ്ങൾ ഇന്ത്യക്ക് നൽകാനും തീരുമാനമായിട്ടുണ്ട്. അമേരിക്കൻ സന്ദർശനത്തിനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സ്പെഷ്യൽ സമ്മാനം നൽകി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇരു നേതാക്കളും ഒരുമിച്ച് പങ്കെടുത്ത ഹൗഡി മോദി നമസ്തേ ട്രംപ് പരിപാടികളിൽ നിന്നുള്ള ചിത്രങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കോഫി ടേബിൾ ബുക്കാണ് ട്രംപ് മോദിക്ക് സമ്മാനമായി നൽകിയത്. വയനാട് പുനരധിവാസത്തിന് 529 കോടി 50 ലക്ഷം രൂപയുടെ മൂലധന നിക്ഷേപ വായ്പ അനുവദിച്ച് കേന്ദ്ര സർക്കാർ. ടൗൺഷിപ്പ് അടക്കം 16 പദ്ധതികൾക്കാണ് വായ്പ അനുവദിച്ചത്. പലിശയില്ലാത്ത വായ്പ 50 വർഷം കൊണ്ട് തിരിച്ചടച്ചാൽ മതി. ഇക്കാര്യം അറിയിച്ച് ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കാണ് കേന്ദ്രം കത്തയച്ചത്. പാലക്കാട് ഒയാസിസ് കമ്പനിക്ക് ബ്രൂവറിക്കായി സ്ഥലം കണ്ടെത്തിയ എലപ്പുള്ളി പഞ്ചായത്തിൽ അവിശ്വാസ നീക്കം പാളി. എലപ്പുള്ളിയിൽ BJPയും UDFും യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു. പഞ്ചായത്തിന്റെ അഴിമതിക്കെതിരെ എന്ന് വാദിച്ചാണ് CPM എലപ്പുള്ളിയിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്. 22 അംഗങ്ങളുടെ പഞ്ചായത്തിൽ ക്വാറം തികയാൻ 11 അംഗങ്ങളാണ് വേണ്ടത്. എന്നാൽ 9 കോൺഗ്രസ് അംഗങ്ങളും 5 BJP അംഗങ്ങളും വിട്ടുനിന്നു. ക്വാറം തികയാത്തതിനാൽ പ്രമേയം അവതരിപ്പിക്കാനായില്ല. കേരളത്തിലെ വ്യാവസായിക രംഗത്തെ പുരോഗതിയെക്കുറിച്ച് ദേശീയ ദിനപത്രത്തിൽ ലേഖനം എഴുതിയ കോൺഗ്രസ് MP ശശി തരൂരിന് നന്ദി പറഞ്ഞ് മന്ത്രി P. രാജീവ്. ശശി തരൂരിൻ്റെ ലേഖനം പങ്കുവച്ചാണ് മന്ത്രി ഫേസ്ബുക്കിൽ കുറിപ്പെഴുതിയത്. ഈസ് ഓഫ് ഡൂയിസ് ബിസിനസ് ഒന്നാമതെത്തിയതുൾപ്പെടെയുള്ള സമീപകാലത്ത് കേരളം വ്യാവസായിക രംഗത്ത് നേടിയ നേട്ടങ്ങളെ വളരെ പോസിറ്റീവായാണ് ശശി തരൂർ നോക്കിക്കാണുന്നതെന്ന് മന്ത്രി വ്യക്തമാക്കി. കോട്ടയത്തെ നഴ്സിംഗ് കോളേജിലെ റാങ്കിംഗ് അതിക്രൂരമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. റാങ്കിങ്ങിൻ്റെ ആദ്യ സെക്കൻഡുകൾ കാണുമ്പോൾ തന്നെ അതിക്രൂരമാണെന്നും സസ്പെൻഷനിൽ ഒതുങ്ങേണ്ട കാര്യം അല്ലെന്നും കുട്ടികളെ പുറത്താക്കുന്ന കാര്യം ഉൾപ്പെടെ ആലോചിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കോട്ടയം നഴ്സിംഗ് കോളേജിലെ റാങ്കിങ്ങുമായി ബന്ധപ്പെട്ടുള്ള പ്രതികൾ വിദ്യാർത്ഥിയെ ക്രൂരമായി ഉപദ്രവിച്ച് പിറന്നാൾ ആഘോഷത്തിന് ചെലവ് ചെയ്യാത്തതിനെ തുടർന്നെന്ന് പോലീസ്. മദ്യമടക്കം വാങ്ങാൻ പരാതിക്കാരനായ വിദ്യാർത്ഥിയോട് പ്രതികൾ പണം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ വിദ്യാർത്ഥി പണം കൊടുക്കാതെ വന്നതോടെയാണ് കട്ടിലിൽ കെട്ടിയിട്ട് കോമ്പസ് കൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചതെന്നാണ് റിപ്പോർട്ട്. കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രോത്സവത്തിനിടെ നാട്ടാന ഇടഞ്ഞ് 3 പേരുടെ ജീവൻ നഷ്ടപ്പെട്ട സംഭവത്തിൽ നാട്ടാന പരിപാലന ചട്ടത്തിന്റെ ലംഘനമുണ്ടായെന്ന് ഫോറസ്റ്റ് കൺസർവേറ്റർ R. കീർത്തി പറഞ്ഞു. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് വനം മന്ത്രിക്ക് നൽകിയെന്നും അവർ പ്രതികരിച്ചു. ക്ഷേത്രം ഭാരവാഹികൾ നേരത്തെ ആവർത്തിച്ച് പറഞ്ഞിരുന്നു അവിടെ ചട്ടലംഘനമുണ്ടായില്ലെന്നാണ്. ഇതിനെ അസാധുവാക്കുന്നതാണ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ റിപ്പോർട്ട്.
കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ ആനയിടഞ്ഞുണ്ടായ അപകടത്തിൽ സ്വമേധയാ ഇടപെട്ട് ഹൈക്കോടതി ഗുരുവായൂർ ദേവസ്വം ഉദ്യോഗസ്ഥനോട് കോടതിയിൽ ഹാജരാവാൻ നിർദ്ദേശം. വനം വകുപ്പും ഗുരുവായൂർ ദേവസ്വവും വിശദീകരണം നൽകണമെന്നും ആനകളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു. തിരുവനന്തപുരം കാട്ടാക്കടയിൽ +1 വിദ്യാർത്ഥിയെ സ്കൂളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം പ്രഖ്യാപിച്ചു. കാട്ടാക്കടയിലെ കുറ്റിച്ചരൽ പരുത്തിപ്പള്ളി BHSലെ +1 വിദ്യാർത്ഥി ബെൻസൺ എബ്രഹാമിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ വൈകുന്നേരം മുതൽ കുട്ടിയെ കാണാനില്ലായിരുന്നു. അതേസമയം സ്കൂളിലെ ക്ലർക്കാണ് കുട്ടിയുടെ